ഹലോ ഡാ കിട്ടിയോ? എടാ ഇവിടെ കടയൊക്കെ അടച്ചിരിക്കുക. സമയം 10:30 വൈകുന്നേരം തൊട്ട് പറയുമല്ലേ ഞാൻ തന്നെ പോയി വാങ്ങിച്ചാൽ മതിയായിരുന്നു പണ്ടാരം. എടാ ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിലായിപ്പോ ഞാൻ ഇത് പറഞ്ഞു തരില്ലേ, ഞാൻ വിട്ടുപോയതാ. കണ്ട പെമ്പിള്ളാരുടെ കൂടെ പോകുന്നതായിരിക്കുമല്ലോ അത്യാവശ്യം. നീ ഒന്ന് വച്ചിട്ട് പോയേണ്ടി ചൊറിയാണ്ട്. ശ്രേയ അവളെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ ശ്രേയ, എടി നീ നോ പറയരുത്. എനിക്ക് അർജന്റായിട്ടൊരു കേക്ക് വേണം. നീ വീട്ടിൽ ബേക്ക് ചെയ്യാറുള്ളല്ലേ? ഈ നേരത്തോ? നീ ഒന്ന് പോയേ. എടാ പ്ലീസറാ. എടാ ഞാനാണെങ്കിൽ എന്റെ തറവാട്ടിലാ. ഇവിടെ ഞാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല. എടാ ഇവിടെ ലേറ്റ് ആയതുകൊണ്ട് കടയൊക്കെ ഫുൾ ക്ലോസ്ഡ് ആണ്. ഞാൻ ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. വല്ല പെമ്പിള്ളാരെ ബർത്ത്ഡേക്ക് കൊടുക്കാനായിരിക്കും. എടാ അല്ലടാ, അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അനിയത്തി അവിടെ എല്ലാ പരിപാടിയും സെറ്റാക്കി വെച്ചേക്കാ. ഞാൻ ഈ കേക്ക് ഇല്ലാണ്ട് അവിടെ പോയി കഴിഞ്ഞാല് അവൾ എന്നെ പിടിച്ചു തിന്നും. എടാ നിനക്ക് കുറച്ച് മുന്നേ പറഞ്ഞിട്ടായിരുന്നോ? എടാ എനിക്കിപ്പോ ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് പോകാൻ പറ്റിയൊന്നുമില്ല. നീ ഇപ്പൊ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യ്, ഞാൻ നമ്പർ തരാം, നീ ഒന്ന് വിളിച്ചു നോക്ക്. പിന്നെ ഈ സമയത്ത് വിളിച്ച ചാൻസ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആൾക്ക് ഈ ബോർ അടിക്കുമ്പോഴേ കേക്ക് ഉണ്ടാക്കുന്ന ഹോബി ഉണ്ട്. ഓക്കേടാ, ഓക്കെ ഓക്കെ. നീ എന്തായാലും വാട്സാപ്പിൽ നമ്പരും ലൊക്കേഷനും ഇട്ടേക്കണേ. നോക്കാം. ഓക്കേടാ, താങ്ക് യു. നമ്പരും ലൊക്കേഷനും കിട്ടി. വിളിച്ചു നോക്കാം. ഈശ്വരാ, ബോറടിച്ചിരിപ്പാവണേ. അവന്തിക, ഞാൻ ശ്രേയ. താനോ? ശ്രേയോ? അല്ല, ഞാൻ ശ്രേയയുടെ ഫ്രണ്ടാണ്. ഞാൻ കേക്ക് നമ്പർ തന്നിരുന്നു, വിളിച്ചിരുന്നു. ഒരു കേക്ക് വേണമായിരുന്നു. ഡീറ്റെയിൽസ് അയച്ചാൽ മതി, നാളെ വൈകുന്നേരത്തേക്ക് ശരിയാക്കാം. വിളിച്ചിട്ട് വന്നാൽ മതിയേ. അതല്ല, ഇന്ന് രാത്രി കട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നല്ലോ. അല്ല അത് ഇപ്പൊ എന്തായാലും പറ്റില്ല, ചെല്ല്. അല്ല, കുറച്ച് അർജന്റ് ആയോണ്ടായിരുന്നു. ബ്രോ, ഒന്നാമത് അമ്മ ഇവിടെ ഇല്ല, പിന്നെ എനിക്കിപ്പോൾ കേക്ക് ഉണ്ടാക്കാനുള്ള മൂടൊന്നുമില്ല. ഇപ്പം എന്തായാലും നടക്കില്ല ബ്രോ. അല്ല, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. തനിക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അല്ല, നീ വട്ടി പിടിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, തിരക്കിൽ വിട്ടുപോയി. എല്ലാ പ്ലാനും ചെയ്തത് ഞാനാണ്, നീ അല്ല. നിനക്ക് ഈ ആനിവേഴ്സറി എന്താണെങ്കിലും അറിയായിരുന്നാ? ഇല്ലല്ലോ. പറ്റിട്ട് പോയേ. ഞാൻ എന്തെങ്കിലും വഴി വേണം നോക്കട്ടെ. തനിക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അല്ല, നീ വട്ടി പിടിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, തിരക്കിൽ വിട്ടുപോയി. എല്ലാ പ്ലാനും ചെയ്തത് ഞാനാണ്, നീ അല്ല. നിനക്ക് ഈ ആനിവേഴ്സറി എന്താണെങ്കിലും അറിയായിരുന്നാ? ഇല്ലല്ലോ. പറ്റിട്ട് പോയേ. ഞാൻ എന്തെങ്കിലും വഴി വേണം നോക്കട്ടെ. ഡബിൾ ചാർജ് ആവും. എത്ര വേണമെങ്കിലും തരാം. അഭിമാന പ്രശ്നമാണ്. വാ. അല്ല, ഞാൻ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്തോളാം. ഞാൻ വരാം. അതെ,
കുറച്ച് സ്നേഹത്തോടെ കൈകാര്യം ചെയ്യാവോ? സ്നേഹത്തോടെ കൈകാര്യം ചെയ്തെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടുമൊന്നുമില്ല, പൈസ കുറയുമില്ല. എത്രാമത്തെയാ എന്തേ? വെഡിങ് ആനിവേഴ്സറി? 30ാമത്തെ. മനുഷ്യനോട് ഒരെണ്ണം തന്നെ 6 മാസം തേക്കാൻ പറ്റുള്ളൂ. അല്ല, കയ്യിലാക്കണ്ട, ഞാൻ എടുത്തു തരാം. സോറി, ഇയാളുടെ മൂഡിട്ടും ശരിയില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. ആക്ച്വലി ഇത് സ്പെഷ്യൽ ആക്കണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഞങ്ങളങ്ങനെ ആഘോഷിച്ചിട്ടില്ല. എന്നാ ഞാൻ തനിക്ക് സ്പെഷ്യലല്ലേ വേണ്ടേ? ഒരൊറ്റ സപ്ലി പോലും ഇല്ലാതെ എഞ്ചിനീയറിംഗ് പാസ്സായ ഞാൻ കേക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് വെറുതെ ഞാൻ തോന്നുന്നു. എഞ്ചിനീയർ ആണോ? എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്. ദിസ് ഇസ് മൈ പാഷൻ. അതെന്തായാലും കാര്യമായി. ഇങ്ങനെ ഓരോരോ ഇൻഗ്രീഡിയൻസ് ഇതിലേക്കിട്ട് അതൊരു പേസ്റ്റ് പരുവത്തിലായി പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അതിനെ മാറ്റി പതിയെ ഓവനിലേക്ക് എടുത്തു വെച്ച് കുറേ നേരം കാത്തിരുന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ആൾക്കാർ പിന്നെ എപ്പം നല്ലൊരു കേക്ക് കഴിക്കണം എന്ന് ഓർക്കുമ്പോഴും നമ്മൾ ഓർക്കും അന്ന് അവധിക്ക് ഇരുന്ന് മേടിച്ച കേക്കിന്റെ അതേ ടേസ്റ്റ് എന്ന് പറഞ്ഞ അങ്ങനെയല്ലേ? അത് തന്നെ. But sometimes I feel like a failed engineer. അല്ല, ഇത്രയും കാലമായിട്ട് എന്താ ആനിവേഴ്സറി ആഘോഷിക്കാൻ ഞാൻ? അച്ഛൻ 29 കൊല്ലം പുറത്തായിരുന്നു. ആനിവേഴ്സറി സമയത്ത് അച്ഛന് ലീവ് കിട്ടൂല, അച്ഛന് ലീവ് കിട്ടുമ്പോൾ ആനിവേഴ്സറി ഉണ്ടാവില്ല. ഇത് രണ്ട് സംഭവിക്കുമ്പോഴേക്കും ഞാനും നിത്യം വീട്ടിലുണ്ടാവില്ല. അപ്പോ ഇതവർക്ക് സർപ്രൈസ് ആണോ? അതെ അതെ. എന്നാലും 29 വർഷത്തെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചേരുവകളൊക്കെ കറക്റ്റായിട്ട് ചേർത്ത് കൃത്യമായ സമയത്ത് ആവശ്യമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റ് കേക്ക് കിട്ടൂലേ? അതേസമയം നമ്മൾ ഭയങ്കരമായിട്ട് റഷ് ചെയ്ത് കെയർലെസ് ആയിട്ട് കേക്ക് എറിഞ്ഞു പോകും. കുറെ കേക്ക് കരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 1-2 കരിഞ്ഞിട്ടുണ്ട്. എനിക്കിതുവരെ ഈ ലവിന്റെ റെസിപ്പി പിടികിട്ടിയിട്ടില്ല. ലാസ്റ്റ് റിലേഷൻഷിപ്പിൽ എല്ലാം ഓക്കെ ആയിരുന്നു, ഇൻഫാക്ട് പെർഫെക്റ്റ്. ഇൻഗ്രീഡിയൻസ്, ടൈമിങ്, ടെമ്പറേച്ചർ, എന്നിട്ടും കേക്ക് കരിഞ്ഞു പോയി. മേ ബി ലവിന് അങ്ങനെ ഒരു പെർഫെക്റ്റ് റെസിപ്പി ഇല്ലായിരിക്കും. അതിങ്ങനെ നമുക്ക് വേണ്ട പോലെ ഓൺ ദ ഗോ സെറ്റ് ചെയ്ത് എടുക്കുന്നതാണെങ്കിലോ? എങ്ങനെ? മധുരം കുറഞ്ഞു പോയാൽ കുറച്ചുകൂടെ പഞ്ചസാര ഇടുന്ന പോലെ? മധുരം കൂടിപ്പോകുമ്പോഴേ നമ്മൾ ഈ ഉപ്പിട്ട് ബാലൻസ് ചെയ്യുന്ന പോലെ. റെഡി. ഇനി ഓവനിൽ വയ്ക്കാം. ഓക്കെ, സെറ്റ്. എന്തുപറ്റി? ഇതെന്താ ഓണാവാത്ത? പണി പാളിയാ. ഞാനും നോക്കട്ടെ.
எலக்ட்ரிக்கல் இன்ஜினியர் என்ன சும்மாவா? ഒരു 25 മിനിറ്റ് കൊണ്ട് റെഡിയാവും. സെറ്റ്. So, engineering is your passion? Yeah, I love fixing things. Do you fix humans too? No, humans are very complicated. എന്തുപറ്റി? ഒരു കോംപ്ലിക്കേറ്റഡ് ഹ്യൂമൻ ഓർത്തതാ. എന്താ ഹ്യൂമന്റെ പേര്? വിഷ്ണു. ബ്രേക്കപ്പ്? ബ്രേക്കപ്പ് ഒരു സീനാണ്. ബ്രേക്കപ്പ് തന്നെയും കുഴപ്പമില്ല, ഒരു പ്രോപ്പർ ക്ലോഷർ കിട്ടിയില്ല. ഇപ്പോൾ ഒരു 4 മാസമായി. ഇങ്ങോട്ട് വിളിയില്ല, അങ്ങോട്ട് വിളിച്ചാൽ എടുക്കുകയില്ല. ഓ, ഈ പോയവരെ തിരിച്ചു വരുമെന്ന് ഓർത്ത് കാത്തിരിക്കണോ, നമ്മളും അവരെ പോലെ സ്വന്തം കാര്യം നോക്കി മൂവ് ഓൺ ആവണോ എന്നുള്ള അത് മനസ്സിലാവാത്തൊരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഉണ്ട്. നല്ല രസം. യു വിൽ ഗെറ്റ് ഓവർ ഇറ്റ്. എവിടെ, ഇപ്പം അവൻ്റെ മെസ്സേജ് വന്ന സ്പോട്ടിൽ ഞാൻ റിപ്ലൈ കൊടുക്കും. ടഫാണല്ലേ? യാ. പക്ഷേ ഒരു ദിവസം വരും, നമ്മളന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ദിവസം നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒരാളുടെ കോൾ വരും. അന്ന് അത് കണ്ട് നമ്മൾ പെട്ടെന്ന് ചാടിയെടുക്കാണ്ട് കുറച്ച് നേരം നമ്മൾ ആ ഫോൺ റിങ് ചെയ്ത് നോക്കി നിൽക്കണം. അങ്ങനെ റിങ് ചെയ്ത് ആ കോള് നിൽക്കുന്നത് വരെ നമ്മൾ നോക്കി നിൽക്കണം. അപ്പം മനസ്സിലാക്കിയോ നമ്മൾ മൂവ് ഓൺ എന്നുള്ളത്? എന്നിട്ട് എന്തോന്ന്, നമ്മളെ പൊടി നട്ടി പോവും. ആയിട്ടുണ്ട്. എടുക്കാം. നിലാവത്ത് കണ്ട കിനാവാണേ, ഈ കാറ്റും കോളും കളിയാണേ, ശൈത്താന്റെ ദുനിയാവാണേ, കൽബും കരളും കളവാണേ. എത്ര മണിക്കാ ഷോ? 11 മണിക്ക്. എന്നാ നീ പോയിട്ട് വാ, കഴിയുമ്പോൾ വിളിക്ക്. ഓക്കേടാ. ആ ഓക്കെ, ശരി. ഒരു ദിവസം വരും, നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒരാളുടെ കോൾ വരും. അന്ന് അത് കണ്ട് നമ്മൾ പെട്ടെന്ന് ചാടിയെടുക്കാണ്ട് കുറച്ച് നേരം നമ്മൾ ആ ഫോൺ റിങ് ചെയ്ത് നോക്കി നിൽക്കണം. ആ കോള് നിൽക്കുന്നത് വരെ നമ്മൾ നോക്കി നിൽക്കണം. അപ്പം മനസ്സിലാക്കിയോ നമ്മൾ മൂവ് ഓൺ എന്നുള്ളത്?